എല്ലാമായിട്ടിരുന്ന രാജുവച്ചനെ ആദരിക്കാൻ കിട്ടിയൊരു സമയം, സ്നേഹത്തോടെ എൻ്റെ കൂടെ ആയിരിക്കാൻ കിട്ടിയൊരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. അച്ഛനിവിടെ സൂചിപ്പിച്ചു എത്ര വലിയ ഭാരമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ മൊത്തം നോക്കിയാലും ഏറ്റവും വലിയ ഒരു അതിരൂപത എന്ന് സങ്കല്പിക്കാവുന്ന ഒരു അതിരൂപത, ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ, പിന്നെ ഇതുപോലത്തെ ഒത്തിരി കാലിക പ്രശ്നങ്ങൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെയുള്ള 100,000 പ്രശ്നങ്ങൾ. അതുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ വിഷ് ചെയ്ത് ഒരു പൂ കൊടുത്തോ തിരിച്ചോ ആശംസ പറഞ്ഞോ ഇരുന്ന കാര്യമൊന്നുമല്ല ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടൊരു വലിയ നിലയിൽ ഒരു ഇടവകയിൽ നിൽക്കുന്നതാണ് ഏറ്റവും സന്തോഷം. ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ സ്കൂളിലെ ടീച്ചറായിട്ട് അല്ലെങ്കിൽ മാസ്റ്ററായിട്ട് പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല സന്തോഷമായി. ഒരുപാട് അതിന്റെ മുകളിലേക്കുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒത്തിരി തലവേദനയാണ്. സാധാരണ ടീച്ചറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം. അതിന്റെ മുകളിലേക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കഴിയുമ്പോൾ 100,000 പ്രശ്നങ്ങളാണ്. നമുക്ക് അറിയാവില്ല, ഞാൻ പ്രിൻസിപ്പളായിട്ടുള്ള സമയത്ത് മലബാറിൽ ഒരു കൊച്ചിനെ പാമ്പ് കടിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കി നിന്ന് ചിരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും സങ്കടപ്പെടുകയും അവരോട് വന്ന് സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വ്യക്തി രാവിലെ ഒരു പ്രശ്നത്തിൽ രാവിലെയാണ് നമ്മുടെ ഗോൾ പോസ്റ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഗോൾ പോസ്റ്റ് നിൽക്കുന്ന അനുഭവം ഒറ്റയ്ക്കാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു വലിയ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് നിന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒത്തിരി ഉണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിച്ചു വന്ന ഒരു കാലഘട്ടം പഠിച്ചവരുടെ ഒരു കേരളീയ ആൾക്കാരന്മാരനായിട്ടും മറ്റു കാര്യങ്ങളിലും ഒക്കെയുള്ള ആ സൺഡേ സ്കൂളിൽ ഒക്കെയുള്ള പരിചയങ്ങൾ, സ്കൂളിലുള്ള പരിചയങ്ങൾ. അതിനുശേഷം കുറെ കാലത്തേക്ക് നമുക്കറിയാം സെമിനാറിലൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഒരു 10 വർഷത്തോളം നമ്മൾ കാണുന്നില്ല. പിന്നെ അത് തുടർച്ചയായിട്ട് അച്ഛനെ മറ്റു പഠനങ്ങളും ഒക്കെ ആയിട്ട് നീണ്ടു പോയി. പിന്നീട് കൂടുതൽ അടുത്ത് ഇടപെടാൻ സാധിക്കുന്നത് ഞാൻ യൂണിയന്റെ അതിരൂപ പ്രസിഡന്റായി ജൂബിലി വർഷത്തിലായിരുന്നു. അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അതിരൂപ ഡയറക്ടർ. അപ്പൊ അച്ഛൻ അതിരൂപ ഡയറക്ടർ ആണെന്നുള്ള ഒരു സങ്കല്പത്തിലൂടെയൊക്കെയാണ് എന്നെ ആ സ്ഥാനത്തേക്ക് നിർബന്ധിച്ചപ്പോൾ. ഞാൻ കല്യാണം കഴിച്ച് 2 കുട്ടികളായി കഴിഞ്ഞിട്ടാണ് യൂണിയന്റെ അതിരൂപ പ്രസിഡന്റ് ആകുന്നത്. അന്ന് പ്രായപരിധി അതിന് സമ്മതിക്കുമായിരുന്നു. 35 വയസ്സ് വരെ യൂണിയന്റെ മെമ്പർ ആകാമായിരുന്നു. ഞാൻ മെമ്പർ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ജൂബിലി വർഷമാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ കേട്ടിട്ടാണ് അതിരൂപ ഡയറക്ടർ. ആ സന്തോഷത്തിലാണ് നമുക്ക് ഏറ്റവും ഹൃദയം തുറന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്ന ഒരു ആൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാനത് ഏറ്റെടുത്തത്. ഞാനന്ന് മനസ്സിലാക്കിയ കാര്യം, സാധാരണഗതിയിൽ നമുക്ക് മനുഷ്യന്റെ പല പ്രായത്തിലുള്ളവരുമായിട്ടുള്ള ഇടപെടലിൽ ഏറ്റവും കൂടുതൽ ഇടപെടാൻ പ്രയാസമുള്ള ഒരു പ്രായം യൂത്ത് ഏജിലുള്ളവരെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള സ്വഭാവമുള്ളവര് ചങ്ങനാശ്ശേരി അതിലൂടെ 10, 150, 200ഓളം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, പല താല്പര്യങ്ങളോടെ വരുന്നവര്, പല കഴിവുകളുള്ളവര്, കഴിവുള്ളവര്, വ്യത്യസ്തങ്ങളായ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻട്രസ്റ്റുകളൊക്കെ ഉള്ളവർ, ഇങ്ങനെയുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയെ മാനേജ് ചെയ്യാനായിട്ട് അച്ഛനുള്ള സൂപ്പറായിട്ട് സാധിച്ചു. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ പള്ളി വെച്ച് തന്നെ ഒരു അടയ്ക്കുന്നു എവിടെയോ വെച്ച് കണ്ടപ്പോൾ പഴയ ഒരു യൂണിറ്റി പ്രവർത്തക, ഞങ്ങൾ കുറച്ചൊരു ജൂനിയറാണ്. അപ്പോൾ അദ്ദേഹം അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ അന്നത്തെ ആ ആവേശത്തിലിരിക്കുന്ന സംസാരവും പ്രസംഗവും ക്യാമ്പുകളിലെയൊക്കെ ക്ലാസ് മുതൽ കേട്ട് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെയാണ് ഹൃദയം ആവേശം കൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു അച്ഛനെ കുറിച്ച് മനുഷ്യരുടെ എല്ലാം മനസ്സിൽ കിട്ടിയ ഒരു വലിയ ഇംപ്രഷൻ. എനിക്ക് വന്നത് തോന്നി യൂണിയന്റെ ജൂബിലി വർഷം ആകുമ്പോഴത്തേക്കും ഒത്തിരി വർഷങ്ങളുടെ ആളുകളെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുവരണമായിരുന്നു. വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. 1 വർഷമേ സമയമുള്ളൂ. എല്ലായിടത്തും ഒന്ന് ഓടി തീർക്കാൻ തന്നെ സമയമില്ല. ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് ഇപ്പൊ നമുക്കറിയാം ഒരു 10,000, 2,000 പേരെ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ എന്ത് പ്രയാസമാണ്. ഇന്ന് നമ്മളാണ് ഇതുമാത്രം കഷ്ടപ്പെട്ട് എത്രയും പേര് ഇവിടുന്ന് വന്നത്. അപ്പോൾ ഒരു 19,000 പേരെ അതിനും മേളിൽ 25,000 പേരെ പ്രതീക്ഷിച്ചൊരു വലിയ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക. ചങ്ങനാശ്ശേരിയിലെ കുറേ ദിവസങ്ങൾ നീണ്ട പരിപാടി. ഇതൊക്കെയാണ് ചങ്ങനാശ്ശേരി. അതുപോലെ എത്രയും വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരണം. എന്തുമാത്രം വണ്ടിയും എന്തുമാത്രം സൗകര്യങ്ങൾ ലഭിക്കും. പക്ഷെ അതൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് അച്ഛൻ വിളിച്ചു നമുക്ക് പോയേ പറ്റും എന്നുള്ളൊരു ചിന്ത ആളുകളുടെ മനസ്സിൽ അതുപോലെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കാൻ സാധിച്ചു. അന്ന് എനിക്കൊന്ന് ആ ഇടപെടലിലൂടെ അച്ഛൻ തന്നെ സമർപ്പിച്ച അധ്വാനിച്ചതിന്റെ ഫലം, ആ ഒരു സൗഹൃദ ബന്ധങ്ങൾ അച്ഛൻ എപ്പോഴും ഒരു മുതൽക്കൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അതെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ആ അനുഭവങ്ങളൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അച്ഛനെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു കൂടെയുള്ള ഒരാളങ്ങനെ ആയി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും അച്ഛൻ അതിജീവിക്കാൻ സാധിക്കുക എന്ന് അച്ഛൻ അങ്ങനെ എല്ലാവരും ഇടപെടുന്ന ആ രീതിയിലാണ്. ദൈവാനുഗ്രഹം ഞങ്ങളോട് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ വീണ്ടും ഓർക്കണമെന്നും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ എത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻ അധ്യാപകൻ, നമ്മുടെ പ്രിയങ്കരനായ M.A. മത്തി സാറിനെ, നമ്മുടെ രാജുവച്ചനെ നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് ഷാൾ അണിയിക്കുന്നതിനായിട്ട് ക്ഷണിക്കുക.
കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങളെ ജ്യേഷ്ഠ സഹോദരങ്ങൾ എന്ന് വിളിച്ചത്, ഞാൻ 85 ബാച്ചിൽപ്പെട്ട ആളാണ്. ചങ്ങനാശ്ശേരി സെൻറ്റ് ബ്രഹ്മാൻസ് ഹൈസ്കൂളിലെ 85 ബാച്ചിൽ SSC പാസ്സായ ആളാണ്. നിങ്ങളെക്കാട്ടിലും 2 വയസ്സ്. നിങ്ങൾ 83 ബാച്ച് അല്ലേ? 82 ബാച്ച്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളെൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്. ഇവിടെ 3-4 അധ്യാപകരുണ്ട്. ഞങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ കയറിയവരാണ്. അവരൊക്കെ റിട്ടയർഡായി കഴിഞ്ഞു. മാൻപ സാറും സജീവ് സാറും തോമസൺ സാറും സാബു സാറും ഒക്കെ സർവീസിൽ നിന്ന് വിരമിച്ചു. ഞാൻ അടുത്ത വർഷം സർവീസിൽ നിന്ന് വിരമിക്കും. ഏതൊക്കെയായാലും സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതിനിധീകരിച്ച് എന്നെ നിങ്ങളിവിടെ ക്ഷണിച്ചതിലും ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലുമുള്ള സന്തോഷം അതിനെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. രണ്ടാമത്, ഈ രാജിവെച്ചിന് കിട്ടിയ ഈ സ്ഥാനലബ്ധി, അത് കുറുമ്പനാട് നിങ്ങളുടെ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിമാനം നൽകുന്ന കാര്യമാണ്. പൗത്രിപിതാവിന് ശേഷം എനിക്ക് തോന്നുന്ന കുറുമ്പനാടത്തിന് കിട്ടിയ വലിയൊരു വരദാനമാണ് ഈ രാജിവെച്ചൻ ലാൻഡി അച്ഛൻ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. കാരണം പൗത്രിപിതാവിനെ പോലെ, നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം, പൗത്രിപിതാവിനെ പോലെ ആ ഒരു ശാന്തതയും എളിമയും എല്ലാം രാജിവെച്ചൻ്റെ മുഖത്തുണ്ട്. പൗത്രിപിതാവിൻ്റെ ആ ഒരു കുറവ് രാജിവെച്ചതിലൂടെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മുഖ്യ വികാരി ജനറലാണ് രാജിവെച്ചൻ. മുഖ്യ പ്രോട്ടോസെഞ്ചലൂസ് എന്ന് പറഞ്ഞാൽ സഹായമെത്രാന് തുല്യമായ പദവിയാണ്. പിതാവ് മേജർ ആർച്ച് ബിഷപ്പാണ്. അന്നേരം ആ ഒരു സ്ഥാനം വികാരി ജനറൽമാർ 4 പേരുണ്ട്. അതിൽ തന്നെ മുഖ്യ വികാരി ജനറൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പദവിയാണ്. അത് നിങ്ങളുടെ 82 ബാച്ചിലെ ഈ പ്രിയപ്പെട്ട രാജിവെച്ചിന് കിട്ടിയതിൽ സന്തോഷമുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളും അതിൽ ഒത്തിരിയേറെ അഭിമാനിക്കുന്നു. നമുക്കറിയാം, നിങ്ങളിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ പേരിലാണ് കൂടിയിരിക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിൻ്റെ പേരിൽ അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. നാടിൻ്റെ രാജ്യത്തിൻ്റെ സാംസ്കാരികത രൂപപ്പെടുത്തുന്നതിലെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും അങ്ങേയറ്റത്തെ പരിശ്രമത്തിലാണ്. അന്നേരം ഓരോ വ്യക്തിയും വളർന്ന് ഓരോ സ്ഥാനങ്ങളിലെത്തുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവർ പഠിച്ച വിദ്യാലയവും ആ വിദ്യാലയത്തിലെ അധ്യാപകരുമായിരിക്കും. അതിൽ തന്നെ ഇവിടെ മാത്യു സാർ, നിങ്ങളെയൊക്കെ പഠിപ്പിച്ച പ്രിയപ്പെട്ട മാത്യു സാർ ഇതുകൊണ്ട്. മാത്യു സാറ് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു എന്ന് കരുതിയ മാത്യു സാറിലൂടെ സാറിൻ്റെ മകള് ഇപ്പം എൻ്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സ്കൂളിലെ സ്റ്റാഫാണ് എലിസബത്ത്. മാത്യു സാറിലൂടെ ആ ഒരു പാരമ്പര്യവും ആ ഒരു നന്മയും ഒക്കെ തുടരുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ നിർത്തുകയാണ്. കാരണം ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കുന്നത് ശരിയല്ല. എങ്കിലും 1-2 നന്ദി വാക്കുകൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. കാരണം കുറുമ്പനാടത്തിൻ്റെ അഭിമാനമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു സബ് ജില്ലാ കലോത്സവം നടത്തുകയുണ്ടായി. ഞാനായിരുന്നു എൻ്റെ ജനറൽ കൺവീനർ. നമ്മൾ കുറുമ്പനാട് സെൻറ്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളും സെൻറ്റ് ആൻ്റണീസ് LP സ്കൂളും എല്ലാം കൂടെ ചേർന്ന് ഏറ്റെടുത്ത ആ സബ് ജില്ലാ കലോത്സവത്തിൽ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും സമൃദ്ധമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളും അവരുടെ അധ്യാപകരും ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് ചില ഭക്ഷണം കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കുകയും എനിക്ക് കുറുമ്പനാടൻകാരനുണ്ടായിരുന്ന ആ വിശ്വാസം അതുപോലെ എനിക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുകയും ചെയ്തു. നമ്മുടെ മാത്യു സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മാത്യു സാറാണ് ഏറ്റവും മുൻപിൽ നിന്ന്. അതുപോലെ തന്നെ ആന്റണി കുന്നംപുറവും പലരും ഇവിടെയുണ്ട്, മാന്ദ്ര സാറൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും അതിനകത്ത് ഭാഗവാക്കായിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈയിടെ 5-5 ലക്ഷം രൂപയോടെ നമ്മൾ പിരിച്ചു. നമുക്ക് ആ ഒരു പരിപാടിക്ക് വളരെ നന്നായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈയിടെ ഒരു കുട്ടിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. നമ്മുടെ +2 കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു ഡാൻ തോമസ് എന്ന് പറയുന്ന കുട്ടി, അവൻ്റെ വലതുകാല് കംപ്ലീറ്റ് തകർന്നുപോയി, പൊടിഞ്ഞുപോയി. ഒരു കാറ് വന്നിടിച്ച് എല്ലുപോലും ഇല്ലാത്ത രീതിയിൽ വെറും മാംസ കഷ്ണം മാത്രമായിട്ട് പോയി. അവനെ ചെത്തുപുഴ ആശുപത്രി കൊണ്ട് അതുപോലെ രക്ഷയില്ല, കാല് മുറിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന് ആശ്രം മെഡിസിറ്റി കൊണ്ടുപോയി. ഏതാണ്ട് 35-40 ലക്ഷം രൂപയുടെ ചികിത്സ അവർ പറഞ്ഞു. ഇപ്പം ഓപ്പറേഷനുകൾ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് സർജറികൾ നടക്കുന്നു. എന്നോട് അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ നമ്മുടെ മാർക്കറ്റ് ഭാഗത്ത്
ഭാഗത്തൂടെ ബക്കറ്റുമായിട്ട് പിരിവിന് നടന്നത് എന്നെ ഭയങ്കരമായിട്ടൊന്ന് പ്രയാസപ്പെടുത്തി. ഞാനൊന്ന് ജോബി അച്ഛനോട് പറഞ്ഞു, ജോബി അച്ഛൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ ഇടവക തലത്തിലും നിങ്ങളെല്ലാം ഇതിന് സംഭാവന നൽകി. ആ ഇടവക തലത്തിലും പിരിവെടുത്തു. ഏതാണ്ട് 6 ലക്ഷത്തി ശിഷ്ടം രൂപ, 6 ലക്ഷത്തോളം രൂപ ദാനിൻ്റെ അമ്മയുടെ പേരിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതിലും നിങ്ങളുടെ ഒരു വലിയൊരു സന്മനസ്, ഇവിടെ കരുണയെക്കുറിച്ച്, കാരുണ്യത്തിൻ്റെ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊക്കെ പറയുകയുണ്ടായി, അച്ഛനും പറയുകയുണ്ടായി. നിങ്ങൾ കുറുമനാടൻകാർ അക്കാര്യത്തിൽ വളരെ സമൃദ്ധമായിട്ട് സംഭാവന നൽകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മളുടെ വാതിലിൻ്റെ അർത്ഥം എന്താ? ഇതിലെ എന്നാണ് വാതിലിൻ്റെ അർത്ഥം. വാതിലുകൾ തുറന്നിടുവാനായിട്ട് സാധിക്കണം. അല്ല മതില് കെട്ടി അടയ്ക്കാതെ വാതിലുകൾ തുറന്നിടുവാനായിട്ട് സാധിക്കും. എല്ലാവരും സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്. ഒരു ജന്മി കുടിയാനോട് പറയുകയാണ്, അവന് വീടില്ല, സ്ഥലമില്ല. കുടിയാൻ വന്ന് ചോദിച്ചു, 5 സെന്റ് സ്ഥലം ചോദിച്ചു. ജന്മി അവനോട് പറഞ്ഞു, നീ രാവിലെ വാ. അവൻ സന്തോഷത്തോടെ രാവിലെ വന്നപ്പോൾ അവനോട് പറഞ്ഞു, നീ നടന്നോളുക, നീ എത്രത്തോളം നടക്കുന്നോ അത്രത്തോളം ഭൂമി നിനക്ക് സ്വന്തമാകും. അവൻ നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നി നടന്നാൽ ശരിയാകില്ല, കുറച്ചുകൂടെ ഓടാം. അങ്ങനെ അവനെ കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട്, എടാ നീ ഇവിടെ പോവുകയാണ്? ഇല്ല, എനിക്ക് സമയമില്ല. അവൻ പിന്നെ ഓടാൻ തുടങ്ങി. ഉച്ചയ്ക്ക് അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വിളിച്ചു, പക്ഷെ നിൽക്കുന്നില്ല, ഓട്ടത്തിലായിരുന്നു. അവസാനം സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഓടി ഒരിടത്ത് നിന്ന് വീണു. അന്നേരം ജന്മി അവിടെ ചെന്നു നോക്കി. എന്നിട്ട് ജന്മിയുടെ ജോലിക്കാരോട് പറഞ്ഞു, അവനുള്ള 6 അടി മണ്ണ് കൊടുക്കുക. അവനുള്ള 6 അടി മണ്ണ് മാന്തി അവനെ അവിടെ കുഴിച്ചിട്ടു. ഇതാണ് നമ്മളുടെ മനുഷ്യരുടെയൊക്കെ ജീവിതം. നമ്മൾ സമ്പത്ത് സംരംഭിക്കാൻ വേണ്ടിയിട്ട് ഓട്ടത്തിലാണ്. അവസാനം നമുക്കുള്ള 6 അടി മണ്ണ് അതുപോലെ ആകാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങളുടെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. രാജുവച്ചനെ ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.
കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. സന്തോഷമുണ്ട്. എൻ്റെ കൂട്ടായ്മയിലും നിങ്ങൾ ഇതുപോലെ എന്നെ ക്ഷണിച്ചു. ഞാൻ ഉൾപ്പെടെ 4 അധ്യാപകർ കുടുംബനാടത്തു നിന്നുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ജീവിച്ചിരിക്കുന്ന പലർക്കും എന്നോടൊപ്പം ഇന്നിവിടെ വന്ന് കൂടാൻ സാധിച്ചില്ല എന്നുള്ളത് എനിക്കും വളരെ വേദനിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ഇനി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഞങ്ങളുടെ ആരോഗ്യത്തിനും ഓർമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ദിവസം ഒരു സെക്കൻഡെങ്കിലും ഞങ്ങളെ ഓർക്കുക. അതാണ് നിങ്ങൾ ഈ സംരംഭത്തിൽ മൂന്നാമതും ഞങ്ങളെ എന്നെ വിളിച്ചതിലും ഞങ്ങളെ എല്ലാവരെയും ഓർത്തതിലും ഞാൻ അഭിമാനം കൊടുക്കുകയാണ്. ഈ കൂട്ടായ്മ നിങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കരുത്. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കണം. രണ്ടാമത്തത്, നിങ്ങളുടെയൊക്കെ ഫോട്ടോ ഇട്ട് ഒരു അഡ്രസ് ബുക്ക് അടിക്കണം. നിങ്ങളുടെയൊക്കെ ഫോട്ടോ ഇട്ട് വേണം ആ അഡ്രസ് ബുക്ക് കിട്ടണം. എന്താണെന്ന് ചോദിച്ചാൽ, ഓർമ്മകൾ ഇപ്പം 84 വയസ്സായി എനിക്ക്. പഴയതുപോലെ ഓർമ്മ ഓടിയെത്തത്തില്ല. അപ്പം ഇങ്ങനെയാ നിങ്ങളെ ഒന്ന് കാണുകയോ ഓർക്കുകയോ ചെയ്യണമെങ്കിൽ, നിങ്ങളെ ഒന്ന് വിളിക്കുകയോ ചെയ്യണമെങ്കിൽ ആ ഫോൺ നമ്പറും ആ ഫോട്ടോയും ഒരു സഹായകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വർഷം ആദ്യം ചേതഗിരി പള്ളിക്കൂടത്തിൽ ഞാൻ 3 വർഷം അധ്യാപകനായിരുന്നു. ഇതുപോലെ 6 കുട്ടികളെന്ന് പറയുന്നത് അവരെല്ലാം ഗൾഫിലൊക്കെ ജോലിയുള്ളവരാണ്. കാറ് പിടിച്ച് അവരുടെ അന്നത്തെ അധ്യാപകരെ ഈ പ്രദേശത്തുള്ളവരെ കാണാൻ ഓടി വന്നു. അക്കൂട്ടത്തെ വീട്ടിൽ വന്നു. ഒരു ഞായറാഴ്ച രാവിലെയാണ്. അപ്പൊ ഞാൻ അതിൽ 2-3 പേരെ ഓർക്കുന്നുണ്ട്. അധികം മിടുക്കന്മാരായ പിള്ളേരാണ്. പക്ഷെ ചിലരെയൊക്കെ മറന്നുപോയി. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ കൂടുന്നുണ്ട്, അഡ്രസ് ബുക്കൊക്കെ അടിച്ചു തരാം, സാർ ഓർക്കാൻ ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞോളൊക്കെ. ഇനി ഇപ്പൊ നമുക്ക് ഓർമ്മകളിൽ ഇല്ലാതാകാതിരിക്കാൻ, നിങ്ങളെ എന്നും ഓർക്കാൻ അതിന് സഹായകമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അധ്യാപന കാലത്തെ, നിങ്ങളുടെ അധ്യാപകനായിരിക്കുന്ന കാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് സേനയുടെ രാജേഷൻ പറഞ്ഞതുപോലെ ആ വട്ടത്തിലിരുന്ന് നമ്മൾ കൂടുതലായിരുന്നെങ്കിൽ ആ വിട്ടത്തിരുന്ന് വട്ടത്തിൽ ആ കസേരയിൽ എല്ലാവരും ഇട്ട് നമ്മൾ വട്ടം ഇരുന്ന് 1-2 പുറകായി ഇട്ടിരുന്ന് നടത്തുകയായിരുന്നെങ്കിൽ ഒരു 50% കോടിയിലായിരുന്നേ, ഹാർദവമായിരുന്നേ. അതിനാലോചിക്കുക. അതിനൊക്കെ നമ്മളെ കൂടുതൽ ഓർക്കുവാനും അത് സാധിക്കും. ഈ സംരംഭത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ പിതാവെന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്തോ അതൊക്കെ ഞാനും നിങ്ങളും അനുഭവിക്കുന്നതിൻ്റെ ഉണ്ടെന്നുള്ള സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രാജേച്ചനോട് പറയാനുള്ളത്, രാജേച്ചനെ ഇന്ന് ദൈവം വലിയ ഒരു ദൗത്യം നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. എത്ര വാക്കുകളിൽ ഞങ്ങൾ അഭിനന്ദിച്ചാലും അഭിനന്ദനങ്ങൾക്കപ്പുറത്ത് തൻ്റെ ജോലികളോടുള്ള ആത്മാർത്ഥതയും താൻ കൈകാര്യം ചെയ്യുന്നത് കല്ലും മരവുമല്ല, പ്രത്യേക ജീവനുള്ള മനുഷ്യനെയാണ്, മനുഷ്യ വ്യക്തിത്വങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഓരോന്നും ഓരോ തരമായിരിക്കും. 4 ഒരേ തരത്തിലുള്ളതിനെ, ഒരേ ആശയത്തിലുള്ളതിനെ ഉൾക്കൊള്ളുവാനോ കാണുവാനോ അവരോട് ബന്ധപ്പെടാനോ ഒരുപക്ഷെ പ്രിയപ്പെട്ട അച്ഛന് സമയം കിട്ടിയതില്ല, അവസരവും കിട്ടിയതില്ല. ഇതിനെയെല്ലാം ഏത് തരമാണ് എന്ന് പഠിച്ചിട്ട് ആരിലും അമിതമായ വിശ്വാസവും കൂട്ടും ആവശ്യമില്ല. തൻ്റെ വഴികൾ സത്യസന്ധവും നീതിനിഷ്ഠവും ആണെങ്കിൽ വഴികളിൽ എല്ലാവരുടെയും സഹായം നിശ്ചയമായിട്ടും രാജാച്ചിലുണ്ടാവും. പട്ടം കൂടുന്നവരെ ഓരോരുത്തരെയും എന്നെ ഉൾപ്പെടെ ആണെങ്കിലും പരിശോധിക്കണം, പരീക്ഷിക്കണം, സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഞാൻ പറയുന്നു, നമ്മുടെ എല്ലാ പൊതുരംഗങ്ങളിലും ഒരു കാര്യമുണ്ട്. കുറെ ആൾക്കാരെ ആ രംഗത്തെ പ്രവർത്തിക്കുമ്പോൾ അതിനെ മലീമസമാക്കുവാനും ഒത്തിരി ആവശ്യങ്ങൾ കണ്ടുപിടിക്കും. അവരുടെ സാധ്യതയായിരിക്കും അവിടെ ഉള്ളത്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട രാജാച്ചൻ ഭരണത്തിന്റെ ഈ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നോരായി അഭിമുഖീകരിക്കുമ്പോൾ ഇതുപോലുള്ള 100 പ്രശ്നങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം വളരെ ചിന്തയോടുകൂടി പഠിച്ച് ആലോചിച്ച് സമാധാനപൂർവ്വം അതിനെയെല്ലാം കൈകാര്യം ചെയ്ത്
നമ്മുടെ രൂപതയ്ക്കും സമൂഹത്തിനും ഏറ്റവും ധന്യയും ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാനുള്ള ഒരു വ്യക്തിത്വമായി റിട്ടയർ ചെയ്യണം ആ പദവിയിൽ നിന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങളുടെയും ആഗ്രഹം അത് തന്നെയായിരിക്കും. ഇത്രയും അഭിമാനത്തോടുകൂടി നമുക്ക് ഇന്ന് രാജ്യത്തിൻ്റെ മുന്നിൽ കൂടാമല്ലോ. വട്ടം കൂടിയിരിക്കില്ലേ നമ്മൾ? എന്താ കാര്യം? ഇന്നത്തെ വലിയൊരു സ്ഥാനത്തിൻ്റെ ഉടമയാണ് ദൈവം കൊടുത്തിയ ആ സ്ഥാനം. എല്ലാ തരത്തിലും 100% നമുക്കെല്ലാവർക്കും വേണ്ടി വിനിയോഗിക്കാൻ ആയിരം ഈശ്വരനെ അറിയട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും. ഗുരുക്കളെ അഭിനന്ദിച്ചാൽ മാത്രം പോരല്ലോ. ഗുരുക്കൾ ശിഷ്യന്മാരെയും അഭിനന്ദിക്കണം, അപ്പൻ മക്കളെയും അഭിനന്ദിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി അച്ഛൻ്റെ യാത്ര മംഗളകരമായിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സത്യദായക മുക്തിദായക പുൽത്തൊഴുത്തി പുലകമായ സ്നേഹനായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുലകമായ സ്നേഹനായക ശ്രീയേശുനായക കാൽവരിയിൽ പൂത്തുലഞ്ഞ ദൈത്യപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാലത്തിൻ്റെ കവിതയായ കനകതാരമേ നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യദായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുലകമായ സ്നേഹനായക ശ്രീയേശുനായക അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയെ വന്ന കർമ്മകാണ്ഡമേ അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ സാഗരത്തിൻ തിരയെ വന്ന കർമ്മകാണ്ഡമേ നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ നിന്റെ രാജ്യം
അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഇത് പൊലിക്കട്ടെ, ഇത് വർദ്ധിക്കട്ടെ, ഇതിൻ്റെ അനുഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറന്നു മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മറന്നു മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലേക്കൊഴുകും പുഴയാണ് നിന്നെ ഞാൻ, അകലേക്കൊഴുകും പുഴയാണ് നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ. മറന്നു മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലുള്ള
നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള എം എ മാത്യു സാറുണ്ട്. അന്ന് കണ്ടതുപോലുള്ള എം എ മാത്യു സാറിനെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഒരു മാറ്റവും ഇല്ല സാറിന്. എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനോടുള്ള ഞങ്ങളുടെ കൂട്ടായ്മയുടെ നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ ചെറുപ്പത്തിന് കാരണം നമ്മുടെ ജെയിംസ് മാണിക്കൽ സാറുണ്ടായിരുന്ന സെന്റ് പീറ്റേഴ്സിന്റെ പ്രിൻസിപ്പള് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് രാജു സാറുണ്ട്. രാജു സാറിനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. സെക്രട്ടറി, നമ്മുടെ കൂട്ടായ്മയുടെ സെക്രട്ടറി, അതുപോലെ നമ്മുടെ ജോർജ് കുട്ടി കിഴക്കേ വീട്ടിലിനോട് പ്രത്യേകം ഈ കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ബാബു കോയിപ്പള്ളിയെ, അതോടൊപ്പം തെരഞ്ഞെടുത്ത ജോസഫിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം അതിന് നേതൃത്വം കൊടുത്തതും അതോടൊപ്പം പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ആന്റണി കുന്നുംപുറത്തിനോടും ബാബു കോയിപ്പള്ളിയോടുമുള്ള കൂട്ടായ്മയുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ജിജി ഓവേലിലെ ആണ് ഇതിനെല്ലാം നമ്മുടെ ഈ ഹോളും ഈ ഓഡിറ്റോറിയം ഒക്കെ ക്രമീകരിച്ച് തന്ന് നമ്മുടെ ഇത്ര ഭംഗിയായിട്ട് നടത്താനായിട്ട് എല്ലാത്തിനും നേതൃത്വം കൊടുത്ത ജിജിയോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഇന്ന് വീഡിയോ നമുക്ക് എടുക്കുന്ന നമ്മുടെ ജിയോ കടലിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും, നമ്മുടെ എല്ലാവരോടും, സഹപാഠികളോടും, എല്ലാ കുടുംബാംഗങ്ങളോടും, മക്കളോടുമുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവരും നന്ദി നമസ്കാരം. വീഡിയോ